ഹായ് ഗായ്സ്, അബിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അച്ഛൻ്റെ തറവാട്ടിലൊന്ന് പോകണം, അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറമ്പിൽ എന്തൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് ബാക്കിയുണ്ട് എന്നുള്ളൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാ വീഡിയോക്ക് പോലെ. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോ പാർട്ട്ണർ വന്നിരിക്കുന്നു. പോലെ മലയോര ഹൈവേ. പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. The beauty of Malangan. ഒരാറ് കയറ്റാണ്. പാറ. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറമ്പിൻ്റെ തൊട്ട് മേലെ ഒരു റിസോർട്ടുണ്ട്. റിസോർട്ടിൻ്റെ പണി നടക്കണുള്ളൂ എന്നാണ് പറഞ്ഞത് കഴിഞ്ഞാൽ അതിന്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഒലിവ് ഫാം റിസോർട്ട്. ഓക്കെ, നമ്മളപ്പോൾ താഴത്തേക്കാണ് പോണേ. നമ്മളെ വഴിയല്ല ഇത്, ആ വീട്ടുകാരുടെ വഴിയാണ്. അപ്പോൾ ഇവിടെ ആരും താമസമില്ല. 2019 ഉരുൾ പൊട്ടിയപ്പോൾ ഇതിലൊരു സെക്ഷനും വന്നു, ഇതിന് തൊട്ടപ്പുറത്ത് കൂടെ ഒരു സെക്ഷനും വന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ഭാഗം മാത്രം ഉരുളൊന്നും പറ്റാണ്ട് ഇതിങ്ങനെയും വന്നു. ഈ റബ്ബറൊക്കെ നിൽക്കണുണ്ടല്ലേ, അതിൻ്റെ അപ്പുറത്തൊരു കാട്ടരുവിയുണ്ട്, അതും കുറച്ച് വലുതായിട്ട് പോയി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അച്ഛൻ്റെ തറവാട്. ഇവിടെ താമസമൊന്നുമില്ല, കുറേ ആയി. 2019 പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് ഇതിലെ ആനശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ എന്തൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. ഞാനും അമ്മയുണ്ട്. സൂക്ഷിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, അപ്പുറത്ത് കൂടെ വെള്ളം പോണതിൻ്റെ ഫോഴ്സും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. കേൾക്കുന്നുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ സ്പൈഡർ ഉണ്ടോ? ഇതിപ്പോൾ ഇവിടം വരെ ഉള്ളൂ സ്ഥലം ഇപ്പോൾ നിലവിൽ. ആദ്യം പറയുമ്പോൾ അവിടെ ഒരു പാറ ഉണ്ടോ, ഈ പാറേൻ്റെ അവിടെ വരെ ഉണ്ടോ. 2019 പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇത്രേ സ്ഥലമുള്ളൂ, ബാക്കി മൊത്തം ഉരുളട്ടി പോയി. അപ്പോൾ ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഈ കാടൊക്കെ ഒന്ന് കഴിഞ്ഞ് എത്തട്ടെ കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളെത്തിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക, കാട്ടരുവില്ലേ, അതിലേക്കുള്ള വഴി കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണിപ്പോൾ. ആന വന്ന് എന്താ പറയുക, ആന ഇറങ്ങി തുടങ്ങിയപ്പോൾ എന്നിട്ട് അത് ഇറങ്ങാണ്ടായിപ്പോയി. അപ്പോൾ വഴിയൊക്കെ ആകെ ശോകമായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. താഴത്തേക്ക് മൊത്തം എന്താ പറയുക, നല്ല വ്യൂ ആണ്. ഇതിൻ്റെ തൊട്ട് മേലായിട്ട് ഒരു നല്ലൊരു കടവുണ്ട്. കടവ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പാറകൾ ഉരുണ്ട് പോയതിന് ശേഷമുള്ള വലിയൊരു കുഴി പോലെ ഉണ്ട്. അങ്ങോട്ട് പോക്ക് കുറച്ച് ചൊറയാണ്, കാരണം ആന ഇറങ്ങുന്നൊരു സ്ഥലമായതുകൊണ്ട് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ആന ഇറങ്ങിയതായിട്ട് യാതൊരു പാടില്ല. ഇതിന് മേലെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. മേലെ നമ്മുടെ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അവിടെ ആന ഇറങ്ങിയൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങോട്ട് ഇപ്പോൾ പോലുമില്ല. കാരണം കാട് പിടിച്ച് ആകെ മൂടി കിടക്കുകയാണ്. പിന്നെ പണ്ടത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് പണ്ടുള്ള എല്ലാ വീട്ടിലും ഉണ്ടാവും, ജലസംഭരണി. ഇത് കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്തൊരു വ്ളോഗിൽ സെറ്റായിട്ട് കാണിച്ചു തരാം. അവിടെ പൊതുവെ അങ്ങനെ ആരും പോവാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുറച്ച് അധികം പ്രശ്നമുള്ള ഏരിയ. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും വെള്ളം കൂടും, അതുപോലെ വെള്ളം ഇറങ്ങും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. നല്ല ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. കുളിക്കാനൊക്കെ വരാറുണ്ട് കുറേ ആൾക്കാരൊക്കെ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്തു തരാം. അവിടേക്ക് പോണ വഴിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും. ഇന്നിപ്പോൾ വന്നതിന് ആകെ മെച്ചം ഇതാണ്, ഈ ഒരു തേങ്ങ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു തേങ്ങയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഏകദേശം 100 രൂപേൻ്റെ എണ്ണ കത്തിച്ചു വന്നത്. ഒരു തേങ്ങ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 തേങ്ങയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ വരെ കത്തിച്ചു വന്നത്. ആനയില്ല, ഒന്നുമില്ല. ഇത് കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ആന തന്നൊരു ചെറിയൊരു പണിയാണ് ഇത് കിടക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നത്. ഇപ്പോൾ പൊതുവെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഈ വീട് അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ വീടായിരുന്നു. ഓരിപ്പോൾ താമസം മാറി ഒറ്റത് വിറ്റു. അപ്പോൾ ഇതിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, ഇതുപോലെ താഴത്തുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് മാത്രമേ ഫെൻസിങ് ഇല്ലാത്ത, അതുകൊണ്ട് അതിൽ കയറാൻ ചാൻസ് ഉള്ളൂ. അപ്പം എന്താ പറയുക, ആനയില്ല, ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ ഈ സമയത്ത്. ഇനി വരുമെന്നോ വരാതിരിക്കുമെന്നൊന്നും അറിയില്ല. അവിടെ കണ്ട ഒരു മല, അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. തണുപ്പും അതുപോലെ നല്ലൊരു ക്ലൈമറ്റാണ്. വീടിൻ്റെ ഉള്ളിൽ എന്താണ് കാണിച്ചു തരാവേ. തേങ്ങ നമുക്ക് കൊണ്ടിടാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിഥികളുണ്ട്. ആകെ കോട്ടരമയാണ്. കോട്ടരമായിട്ട് ആകെ എന്താ പറയുക, അടഞ്ഞടന്നിട്ട് ആകെ ചെള്ള്. നമ്മുടെ നാട്ടിൽ കോട്ടരമ പറയും, ചെള്ള്. അതാണ് മൊത്തം ഫുള്ള് ഈ സാധനം കൊണ്ട് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത് താമസമില്ലാത്തതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാനും പോകാറില്ല. അപ്പോൾ ആകെ ഉള്ളത് ഒരു സ്റ്റോർ റൂമായിട്ട് ഇവിടെ കിടക്കും. തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഒരു റൂം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നൊരു ടൈപ്പ് ചെടിയാണിത് അല്ലേ? എല്ലാവരുടെയും ആരൊക്കെ വീട്ടിലുണ്ടോയെന്ന് കമൻറ്റ്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാട്ടുചെടിയാണ്, പേരെന്തോന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതിനെപ്പറ്റി 2 വാക്ക് അമ്മ പറയുന്നതാണ്. പറയും, എന്താ പറയാനുള്ളത്? എന്നാലും നമ്മൾ എന്തിനാ വന്നേ? ആന വന്നിട്ടുണ്ടോ? ഇത് ആന അവിടെ? ആന എല്ലാ അപ്പുറത്തുള്ള പറമ്പിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ പറമ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പം എപ്പോൾ വരും? എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വന്നുകൂടാന്നും പറയാൻ പറ്റില്ല. എന്നാലും അപ്പോൾ രാത്രി വരുവല്ലെന്ന് അടുത്ത വീഡിയോ പറഞ്ഞു കേട്ടോ. ഓക്കെ, ബായ്, ടാറ്റാ. എന്തോ ഒരു ചെടിയാണ് ഈ ചെടീൻ്റെ പൂ ഞാൻ കാണിച്ചു തരാവേ. കണ്ട, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചെടി? നമുക്ക് അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ വേറെ അവിടുന്ന് സ്ഥലമുണ്ട്, ഇവിടുന്ന് കാണും. കണ്ട, ഇത്രയും വലിയ സ്ഥലത്ത് എന്താ വരുന്നത്.